ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് ക്യാൻവാസ് വിത്ത് അപർണ. നമുക്കിന്ന് പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യാത്ത ഒരു ഹോം മെയ്ഡ് അലോവേര ജെൽ ഉണ്ടാക്കിയാലോ? അപ്പോൾ തുടങ്ങാം. ഇതിനായിട്ട് ഞാനൊരു 3 മീഡിയം സൈസ് കറ്റാർ വാഴയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മൂട് കട്ട് ചെയ്ത് ഇങ്ങനെ ഒരു 1 അവർ നമുക്ക് ചാരി വയ്ക്കാം. അതുവഴി ഇതിൽ നിന്ന് വരുന്ന ഒരു മഞ്ഞ ലിക്വിഡ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അത് ഇച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ലിക്വിഡാണ്. ഇതൊരു 1 അവർ ഇങ്ങനെ ഇരിക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ ലിക്വിഡ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വലിയ ഉരുളക്കിഴങ്ങ് അവൈലബിൾ ആണെങ്കിൽ അത് ഒരെണ്ണം എടുത്താൽ മതി. ഉരുളക്കിഴങ്ങിൽ ധാരാളം സ്റ്റാർച്ച് ഉള്ളതുകൊണ്ട് തന്നെ ഇത് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലോട്ട് പോകും. ഇതാണ് നമ്മുടെ അലോവേര ജെല്ലിന് ഒരു ജെല്ലി കൺസിസ്റ്റൻസി തരാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇങ്ങനെ അരച്ചെടുത്ത അലോവേര ജെല്ല് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം അതിലേക്ക് ഏകദേശം ഞാനൊരു 2 ഗ്ലാസ് വെള്ളമാണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിനെ ഒരു 5 മണിക്കൂർ നമുക്ക് ഇങ്ങനെ തന്നെ റെസ്റ്റിൽ വയ്ക്കാം. അപ്പോൾ അത് റെസ്റ്റിലിരിക്കുന്ന നേരം നമുക്ക് അടുത്ത് അലോവേര ലിക്വിഡ് പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ അലോവേര എടുത്ത് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് അതിൻ്റെ അകത്തുള്ള ഒരു പൾപ്പിനെ എടുക്കുകയാണ്. അതിനുശേഷം ആ ഒരു പൾപ്പിനെ ഞാൻ തണുത്ത വെള്ളത്തിലോട്ടാണ് ഇടുന്നത്. നമുക്ക് കുറച്ച് ഐസ് കട്ട ഇട്ടിട്ട് തണുത്ത വെള്ളത്തിലോട്ടാണ് ഈ പൾപ്പിനെ ഞാൻ ഇടുന്നത്. അതിൻ്റെ ആ ഒരു വഴുവഴുപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ട് വെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം ഞാനതൊരു മിക്സിയുടെ ജാറിലോട്ടിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നു. ഓക്കെ, നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ജസ്റ്റ് ഒന്ന് അരിച്ചിട്ട് വേണം കേട്ടോ മാറ്റാനായിട്ട്. അതിലെന്തെങ്കിലും പൊടിയോ കാര്യങ്ങളോ എന്തെങ്കിലും ഈ ചെറിയ തൊലി അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാറാനായിട്ട് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കുക. അപ്പം നമ്മൾ 5 hours റെസ്റ്റിൽ വെച്ച ഉരുളക്കിഴങ്ങിൻ്റെ ലിക്വിഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഫസ്റ്റ് ആ ഒരു ലിക്വിഡ് നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. അതിനുശേഷം വീണ്ടും നമുക്കൊരു അതായത് പുതിയ 2 ഗ്ലാസ് വെള്ളം കൂടി ഇതിനോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 2 മണിക്കൂർ വീണ്ടും നമുക്കിത് റെസ്റ്റിൽ വയ്ക്കാം. ഓക്കെ, 2 മണിക്കൂർ റെസ്റ്റിംഗ് ടൈം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വാട്ടറും കൂടെ റിമൂവ് ചെയ്യാം. എന്നിട്ട് ഈ അടിയിലുള്ള വൈറ്റ് ഡെപ്പോസിറ്റിനെ നമ്മളൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ് ഞാനിവിടെ ചെയ്യുന്നത്. കണ്ടില്ലേ, നമ്മളിങ്ങനെ ഹീറ്റ് കൊടുക്കുന്തോറും ആ ഒരു ലിക്വിഡ് ഇങ്ങനെ നല്ല ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലോട്ട് പോകും. നമ്മുടെ അലോവേര ജെല്ലിവിടെ പ്രിപ്പയർ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് ഒരു 2 വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ആണ്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിനെ ഒരു ക്ലീൻ ഡ്രൈ ആയിട്ടുള്ള കണ്ടെയ്നറിലോട്ട് മാറ്റാം. ഇനി നമുക്കിതിനെ ഫ്രിഡ്ജിൽ ഒരു 1 അവർ വെച്ചതിന് ശേഷം എടുക്കാം. അപ്പോൾ ഞാൻ 1 അവർ വെച്ചതിന് ശേഷം എടുത്തതാണ് കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ ഇതൊരു 1 അവർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലോട്ട് ആയിട്ടുണ്ട് കേട്ടോ. ശരിക്കും നമ്മൾ ആ കടയിൽ നിന്ന് വാങ്ങുന്ന അലോവേര ജെല്ലൊക്കെ പോലെ. അപ്പോൾ ഇത് ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്ത അലോവേര ജെല്ലിനേക്കാളും എന്തുകൊണ്ടും ഇങ്ങനെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയ അലോവേര ജെല്ലാകുമ്പോൾ നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാം. ഈ അലോവേര ജെല്ല് ഫ്രിഡ്ജിലാണ് കേട്ടോ സ്റ്റോർ ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്ക് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.